കൊൽക്കത്തയിൽ വീണ്ടും ക്രൂര പീഡനം. IIM ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതായി പരാതി. ബോയ്സ് ഹോസ്റ്റലിൽ വെച്ച് ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. ഒരു വിദ്യാർത്ഥി അറസ്റ്റിലായിരിക്കുന്നു. വിവരങ്ങളുമായി അനേന സതീഷ്. അനേന, വലിയ ഒരു പ്രതിഷേധങ്ങളെല്ലാം തന്നെ കണ്ട് രാജ്യം നടുങ്ങിപ്പോയ രണ്ട് ക്രൂര പീഡനങ്ങൾക്ക് സാക്ഷിയായ ഒരു നഗരമാണ് കൊൽക്കത്ത. വീണ്ടും അതേ വാർത്തകളാണ് പുറത്തു വരുന്നത്. ആരാണ് ഈ ക്രൂരത ചെയ്തത് അനേന? ദിനീർ, കൊൽക്കത്തയിലെ IIM ബോയ്സ് ഹോസ്റ്റലിൽ വെച്ച് വിദ്യാർത്ഥിനി പീഡനത്തിനിരയായതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. സംഭവത്തിൽ IIMലെ 2ാം വർഷ വിദ്യാർത്ഥിയും കർണാടക സ്വദേശിയുമായ പരമാനന്ദ് എന്ന വിദ്യാർത്ഥിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിനി മറ്റൊരു കോളേജിൽ നിന്നും IIMലേക്ക് കൗൺസിലിംഗിനായി വന്നതായിരുന്നു. തുടർന്ന് ഈ പരമാനന്ദുമായി പരിചയത്തിലാവുന്നു. ശേഷം ഈ പരമാനന്ദ് തന്നെ യുവതിയെ ബോയ്സ് ഹോസ്റ്റലിലേക്ക് ക്ഷണിക്കുന്നു. ഇവർ പോകുന്ന സമയത്ത് ഹോസ്റ്റലിൽ എത്തുന്ന സമയത്ത് രജിസ്റ്ററിൽ പേരൊന്നും എഴുതി വെക്കാതെയാണ് അകത്തേക്ക് കിടക്കുന്നത്. ഇപ്പോൾ ആ ഒരു സമയത്ത് തന്നെ യുവതിക്ക്, അതായത് ഈ വിദ്യാർത്ഥിനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് വിദ്യാർത്ഥിനി ഈ കാര്യം അവഗണിച്ചു. ശേഷം തുടർന്ന് ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തിയ ശേഷം വിദ്യാർത്ഥിനിയോട് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പരമാനന്ദ തിരക്കിയിരുന്നു. ശേഷം ഒരു പാനീയം നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ പാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധരഹിതയാക്കിയ ശേഷം തന്നെ പീഡിപ്പിച്ചെന്നാണ് വിദ്യാർത്ഥിനി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ. കൊൽക്കത്തയിലാണ് വീണ്ടും ക്രൂരപീഡനം. ആർജിക്കൽ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതിനിടയിൽ മറ്റൊരു പീഡന വാർത്ത, കൂട്ടബലാത്സംഗ വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് വീണ്ടും ക്രൂരപീഡനം എന്ന വിവരം. IIMൽ നിന്നാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ വരുന്നത്. അനേന സതീഷാണ് വിവരങ്ങൾ നൽകിയത്.